ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSCയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. 54/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നോക്കാം. നമ്മൾ ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കി നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ, ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണ്? ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണ്? നീതി സംഹിത, നീതി ആയോഗ്, ആസൂത്രണ സമിതി, നവസാമ്പത്തിക സമിതി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നീതി ആയോഗാണ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതുപോലെ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് നീതി ആയോഗ്. നീതിയുടെ ഫുൾ ഫോം, പൂർണ്ണരൂപം ചോദിക്കാറുണ്ട്. നീതി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, 2015 ജനുവരി 1 നിലവിൽ വന്നത്. അതും റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1. ഇതിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഇനി നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ, നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. വൈസ് ചെയർമാൻ സുമൻ ബെറിയും CEO, നിലവിലെ CEO BVR സുബ്രഹ്മണ്യനുമാണ്. വൈസ് ചെയർമാൻ സുമൻ ബെറി, CEO BVR സുബ്രഹ്മണ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, സാമ്പത്തിക മേഖല. ഉത്തരം ഓപ്ഷൻ സി ആണ്, തൃതീയ മേഖലയിലാണ് ഹോട്ടൽ വ്യവസായം ഉൾപ്പെടുന്നത്. ഓക്കെ, എല്ലാ PSC ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരം ചോദ്യം വരുന്നൊരു ഭാഗമാണ് പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തൃതീയ മേഖലയൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയുടെ പ്രവർത്തന മേഖലയുടെ അടിസ്ഥാനത്തിൽ 3 തിരിക്കാം. ഇന്ത്യയിലെ സാമ്പത്തിക മേഖല പ്രവർത്തന മേഖലയുടെ അടിസ്ഥാനത്തിലാണ് 3 തിരിച്ചിരിക്കുന്നത്. അതാണ് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖല അറിയപ്പെടുന്നത് കാർഷിക മേഖല എന്നാണ്. പ്രാഥമിക മേഖലയാണ് കാർഷിക മേഖല. കൃഷി അടിസ്ഥാനമായിട്ടുള്ളതാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മേഖലയാണിത് പ്രാഥമിക മേഖല. ഇന്ത്യൻ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? പ്രാഥമിക മേഖലയാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ അടിത്തറ ഏതാണ്? പ്രാഥമിക മേഖലയാണ്. ഇനി ഇത് ഉദാഹരണങ്ങളാണ് പഠിച്ചു വെച്ചേക്കേണ്ടത്. പ്രാഥമിക മേഖല വരുന്ന ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ പറഞ്ഞു പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഉദാഹരണം കൃഷി, വേട്ടയാടൽ, മത്സ്യബന്ധനം, ഖനനം, മൃഗപരിപാലനം. ഇതൊക്കെ പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. കൃഷി, വേട്ടയാടൽ, മത്സ്യബന്ധനം, ഖനനം, മൃഗപരിപാലനം. ഇതൊക്കെ പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. ഇനി രണ്ടാമത്തതാണ് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന മേഖലയാണിത് ദ്വിതീയ മേഖല. ഓക്കെ, വ്യവസായ മേഖല എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. പ്രാഥമിക മേഖല ഏതാണ്? കാർഷിക മേഖലയാണ്. ദ്വിതീയ മേഖല വ്യവസായ മേഖലയാണ്. ഇനി ഇതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, ഗ്ലാസ് നിർമ്മാണം, ഫർണിച്ചർ നിർമ്മാണം, ഇരുമ്പ് വ്യവസായം, ഇലക്ട്രിക്കൽ വ്യവസായം. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, ദ്വിതീയ മേഖലയിൽ വരുന്നതാണ്. ഇനി മൂന്നാമത്തതാണ് തൃതീയ മേഖല. തൃതീയ മേഖല അറിയപ്പെടുന്നത് സേവന മേഖലയാണ്. തൃതീയ മേഖലയാണ് സേവന മേഖല. ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നതാണ് സേവന മേഖല. ഓക്കെ, തൃതീയ മേഖലയിലേക്ക് ഉദാഹരണങ്ങളാണ് വിവര സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഇൻഷുറൻസ്, ഗതാഗതം, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ്. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖലയിൽ വരുന്നതാണ്. ഇത് മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുന്നത്, മാറി മാറി ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ്. ഇതിൽ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓൾ ഓഫ് ദ എബോവ്. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഓക്കെ, അതായത് ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. നെല്ലൊരു ഖാരിഫ് വിളയാണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായിട്ട് ഉപയോഗിച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ഭാഗമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1, 2, 3 ശരിയാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്ന് പറഞ്ഞത് തെറ്റാണ്. ബാക്കി 3 പ്രസ്താവനയും ശരിയാണ്. ഓക്കെ. ചാനലിൽ ഹരിത വിപ്ലവത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഹരിത വിപ്ലവത്തിൻ്റെ കുറച്ച് പോയിന്റ്സ് നോക്കാം. ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ചത് മെക്സിക്കോയിലാണ് ചോദിച്ചിട്ടുണ്ട്. ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ചത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗാണ്. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇനി ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിള ലഭിച്ച ധാന്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിള ലഭിച്ച ധാന്യം ഗോതമ്പാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 92ാം ഭരണഘടനാ ഭേദഗതി, 86ാം ഭേദഗതി, 44ാമത്തെ ഭേദഗതി, 52ാം ഭേദഗതി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 86ാം ഭേദഗതിയാണ്. 2002 86ാം ഭേദഗതി നിലവിൽ വന്നത്. 86ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 2002 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് നിഷ്കർഷിച്ചതാണ് 86ാം ഭേദഗതി 2002. ഓക്കെ. ഈ 86ാം ഭേദഗതി 2002 നിയമപ്രകാരം ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു. ഓക്കെ. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് പ്രതിപാദിക്കുന്നു. അതിൻ്റെ ആർട്ടിക്കിൾ വരുന്നത് ആർട്ടിക്കിൾ 21A ആണ് ചോദിക്കാറുള്ളതാണ്. ഓക്കെ. ഇനി ഓപ്ഷനിലുള്ള 92ാം ഭേദഗതി എന്താണെന്ന് നോക്കാം. 92ാം ഭേദഗതി നിലവിൽ വന്നത് 2003 92ാം ഭേദഗതി 2003 ബോഡോ, ഡോഗ്രി, മൈഥിലി അതേപോലെ സന്താളി ഭാഷകൾ, ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി ഭാഷകൾ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 92ാം ഭരണഘടനാ ഭേദഗതി 2003. ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി ഭാഷകൾ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ്. ഓക്കെ. 92ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ഓപ്ഷനിലുള്ളത് 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. എപ്പോഴും റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്നതാണ് ഈ 44ാം ഭരണഘടനാ ഭേദഗതി. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1978 ചോദിക്കാറുള്ളതാണ്. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1978 സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിക്കാറുണ്ട്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി 1978. ഇപ്പോൾ സ്വത്തവകാശം ഒരു നിയമാവകാശം മാത്രമാണ്. അത് ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് 52ാം ഭരണഘടനാ ഭേദഗതി. 52ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1985. 52ാം ഭരണഘടനാ ഭേദഗതി 1985 കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന ഭേദഗതിയാണിത്. 52ാം ഭരണഘടനാ ഭേദഗതി 1985 കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്നത് 52ാം ഭേദഗതി 1985. ഓക്കെ. അതേപോലെ 10ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതിയും ഇത് തന്നെയാണ്. 52ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? മോട്ടിലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, സച്ചിദാനന്ദ സിൻഹ. ഉത്തരം ഓപ്ഷൻ A ആണ്. മോട്ടിലാൽ നെഹ്റു ആണ്. 1928 മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ 1928 നിർമ്മിച്ചത്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR
അംബേദ്കറാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? നെഹ്റുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ്? ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? രാഷ്ട്രത്തലവൻ്റെ അധികാരം, രാഷ്ട്രത്തലവൻ്റെ പേര്, രാഷ്ട്രത്തിൻ്റെ പേര്, നിയമനിർമ്മാണ സഭയുടെ പേര്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാഷ്ട്രത്തലവൻ്റെ പേരാണ് ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? വില്ലേജ് പഞ്ചായത്തുകളെ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 54, 52, 40, 42. ഉത്തരം ഓപ്ഷൻ സി ആണ്. 40 ആണ്. വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കിൾ 40 ആണ്. ഇനി ഓപ്ഷൻ എ ആർട്ടിക്കിൾ 54 പ്രതിപാദിക്കുന്നത് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 52 ആണ്. 54 ഇലക്ഷൻ ഓഫ് പ്രസിഡന്റിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ലോർഡ് കാനിങ്, ലോർഡ് വെല്ലസ്ലി, ലോർഡ് റിപ്പൺ, ലോർഡ് ഡഫറിൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്. ലോർഡ് റിപ്പൺ ആണ്. റിപ്പൺ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ലോർഡ് റിപ്പൺ ആണ്. ലോർഡ് റിപ്പണെ പറ്റി PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 1882 നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിച്ച വൈസ്രോയിയാണ് ലോർഡ് റിപ്പൺ. പോപ്പുലർ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ ആണ്. ചോദിച്ചിട്ടുണ്ട്. ജനകീയ വൈസ്രോയി അല്ലെങ്കിൽ പോപ്പുലർ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. 1882 നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിച്ചത് 1882 നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിച്ചത് ലോർഡ് റിപ്പൺ ആണ്. എന്നാൽ നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ലിട്ടൺ ആണ്. ഇത് നിരോധിച്ചതാണ് റിപ്പൺ. ഓക്കെ, ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ ആണ്. അതുപോലെ 1881 ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് സമയത്തെ വൈസ്രോയിയും ആര് തന്നെയാണ്? റിപ്പൺ പ്രഭുവാണ്. ഓക്കെ, അതേപോലെ 1881 ഫാക്ടറി നിയമം കൊണ്ടുവന്നതും ആരാണ്? ലോർഡ് റിപ്പൺ ആണ്. ഇത്രയും കാര്യങ്ങൾ റിപ്പണെ പറ്റി ഓർത്തേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, തമിഴ്നാട്, ഛത്തീസ്ഗഡ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉത്തരാഖണ്ഡാണ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഈ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പ്രതിപാദിപ്പിക്കുന്ന ആർട്ടിക്കിൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 44 ആണ് യൂണിഫോം സിവിൽ കോഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? സുരക്ഷാ കമ്മിറ്റി, പാർലമെൻ്ററി കാര്യ സമിതി, സാമ്പത്തിക കാര്യ സമിതി, നിക്ഷേപ വളർച്ചാ സമിതി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പാർലമെൻ്ററി കാര്യ സമിതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. only 1 and 3. 1ഉം 3ഉം മാത്രമാണ് ശരി. ഒന്നാമത്തത് തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയാണ്. ഇനി മൂന്നാമത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന 5 വർഷത്തേക്കാണ്. അത് ശരിയാണ്. എന്നാൽ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞത് തെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷൻ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 5 വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. only 1 and 2. കമ്മീഷൻ നിയമിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതേപോലെ 5 വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി. അത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. കൃഷിയും പോലീസും, ജയിലും തദ്ദേശ ഗവൺമെൻറ്റും, വിദ്യാഭ്യാസവും വനവും. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം, കൃഷിയും പോലീസും, ജയിലും തദ്ദേശ ഗവൺമെൻറ്. ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. കൃഷിയും പോലീസും, ജയിലും തദ്ദേശ ഗവൺമെൻറ്. വിദ്യാഭ്യാസവും മൂന്നാമത്തത് വിദ്യാഭ്യാസവും വനവും അതേതിലാണ് വരുന്ന കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. വിദ്യാഭ്യാസവും വനവും കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത്.
ഇന്ത്യയിൽ പ്രധാനമായിട്ടും ലിസ്റ്റുകൾ 3 എണ്ണമാണുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് പ്രതിരോധം, വിദേശകാര്യം, തപാൽ, ടെലിഫോൺ, ലോട്ടറി, റെയിൽവേ, സെൻസസ്, കസ്റ്റംസ് ഇത്രയൊക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ഏതൊക്കെയാണ്? പ്രതിരോധം, വിദേശകാര്യം, തപാൽ, ടെലിഫോൺ, റെയിൽവേ, ലോട്ടറി, സെൻസസ്, കസ്റ്റംസ് ഇതൊക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഫിഷറീസ്, ഗതാഗതം, പോലീസ്, ക്രമസമാധാനം, ജയിൽ, കൃഷി, അതേപോലെ പൊതുജനാരോഗ്യം ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത് വർത്തമാനപത്രം, വിവാഹം, വിദ്യാഭ്യാസം, വനം. നമ്മുടെ ഓപ്ഷനിലുള്ളതാണ് വിദ്യാഭ്യാസവും വനം. അതൊക്കെ കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അതേപോലെ വില നിയന്ത്രണം, വൈദ്യുതി, വനം, വന്യജീവി സംരക്ഷണമൊക്കെ ഇതിൽ വരുന്നതാണ്, കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. നമ്മൾ ലിസ്റ്റുകളുടെ ക്ലാസ്സും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പ്ലേലിസ്റ്റ് നോക്കി പഠിച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. പി സതീദേവിയാണ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. 1, 2, 3 ശരിയാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളും ശരിയാണ്. പി സതീദേവിയാണ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ പട്ടമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബി വിഷാണ്. പ്രതിപക്ഷ നേതാവ് ഇതിൽ ഒരു അംഗമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, only 1 and 2. 1ഉം 2ഉം ആണ് ശരി. പാർലമെൻറ്റ് വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്, ശരിയാണ്. പാർലമെൻറ്റ് അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബി വിഷാണ്. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എറണാകുളമാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബി അല്ല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, only 1 and 3 ആണ് ശരി. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് പറയുന്നത് ശരിയാണ്. ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്, എറണാകുളം അല്ല. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ബാലാവകാശ കമ്മീഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം നമുക്ക്. 2013 ജൂൺ 3-നാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2013 ജൂൺ 3-നാണ്. ബാലാവകാശ സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ അവലോകനം ചെയ്യാനും ബാലാവകാശ ലംഘന കേസുകൾ അന്വേഷിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനും നിലവിൽ വന്ന കമ്മീഷനാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ 2013 നിലവിൽ വന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. നിലവിലെ ചെയർമാൻ കെ വി മനോജ് കുമാറാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കെ വി മനോജ് കുമാർ. ഓക്കെ. ഇതിൽ ഒരു അധ്യക്ഷനും 6 അംഗങ്ങളുമാണ് ഉള്ളത്. ഓക്കെ. ഇതിന് വാർഷിക റിപ്പോർട്ട്, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേരള ഗവൺമെൻറ്റിനാണ്. ഇനി ഇതിൻ്റെ അധ്യക്ഷനെ നിയമിക്കുന്നതും അതുപോലെ അധ്യക്ഷനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നതും അതുപോലെ നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇനി അധ്യക്ഷൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അധ്യക്ഷൻ്റെ കാലാവധിയാണ്. അധ്യക്ഷൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. എന്നാൽ മറ്റംഗങ്ങളുടെ കാലാവധി 3 വർഷം സെയിമാണ്, പക്ഷേ 60 വയസ്സാണ്. അധ്യക്ഷൻ്റെത് 3 വർഷം 65 വയസ്സ്, മറ്റംഗങ്ങളുടെ കാലാവധി 3 വർഷം 60 വയസ്സാണ്. ഓക്കെ. ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ നീല ഗംഗാധരനാണ്. നിലവിൽ കെ വി മനോജ് കുമാർ. ഓക്കെ. ഇത്രയും ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.